ബ്രോ പുതിയ iOS 26.3.1 അപ്ഡേറ്റ് വന്നല്ലോ. എന്തൊക്കെയാണ് പുതിയതായി വന്നത്? iOSന്റെ പുതിയ അപ്ഡേറ്റിൽ പുതിയ ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. കുറെ ബഗ് ഫിക്സസും പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. iOS 26.3.1 എനിക്ക് ഡിവൈസ് വന്നേക്കുന്നത് 533 MB ആണ്. ഡിവൈസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ഡിവൈസിലാണ് iOS 26.3.1 അപ്ഡേറ്റ് വന്നേക്കുന്നത്. 2-3 ദിവസം മുമ്പ് ആപ്പിളിന്റെ കുറച്ച് പ്രൊഡക്ട്സ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. മാക്ബുക്ക് നിയോ എന്ന് പറഞ്ഞ ആപ്പിളിന്റെ ബഡ്ജറ്റ് വേരിയന്റ് മാക്ബുക്ക്, ഐഫോൺ 17e, M5, M5 Pro, M5 Max വരുന്ന മാക്ബുക്ക് പ്രോ മോഡൽസ്, മാക്ബുക്ക് എയർ M5, ഐപാഡ് എയർ M4, പിന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 4 ലക്ഷം രൂപയുടെ ഒരു സ്റ്റുഡിയോ ഡിസ്പ്ലേ XDR എന്ന് പറഞ്ഞൊരു കുടച്ചക്കറോ ഇറക്കിയിട്ടുണ്ട്. ഐഫോണിലും ഐപാഡ് ഓസിലും ഈ ഒരു സെയിം അപ്ഡേറ്റ് കൊണ്ടുവന്നേക്കുന്നതിന്റെ മെയിൻ റീസൺ ഈ ഒരു സ്റ്റുഡിയോ ഡിസ്പ്ലേ XDR എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സും ബഗ് ഫിക്സസ് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ബഗ് ഫിക്സസ് എന്ന് ആപ്പിൾ എടുത്തെവിടെയും പറയുന്നില്ല. പക്ഷേ പോസിബിളി കുറെ ആൾക്കാർക്ക് ഹോം സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ ലാഗ് വരുന്നെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ സ്പോട്ട്ലൈറ്റ് സെർച്ചിനകത്ത് സെർച്ച് ചെയ്തിട്ട് മെയിൻ ഹോം പേജിലോട്ട് പോകുമ്പോഴത്തേനും ഒരു ലാഗ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. iOS 26.3 ആപ്പിൾ കാർപ്ലേ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ് പറയുന്നത്. നമ്മൾ ആൻഡ്രോയിഡിലായിട്ട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും എന്തെങ്കിലും മിസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ഐഫോണിന്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറെ വീഡിയോസ് വരാനുണ്ട്. ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തോ.